പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ ഇനിയും തൻ്റെ മനസ്സിലെ പ്രണയം മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം തിരിച്ചറിയുന്ന സൂരജ് ഇതേ തുടർന്ന് മീനുവിനെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. ഈ കാര്യം അറിയുന്ന പാർവതിയും വിവാഹത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കും സമ്മതമാണ് എന്ന് തുറന്നു പറയുന്നു. അപ്രതീക്ഷിതമായ ഈ കാര്യം ചിന്താമണിയുടെ പ്രതീക്ഷകൾക്കാണ് തിരിച്ചടിയാകുന്നത്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ചിന്താമണി പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതോടെ ചിന്താമണി പുതിയ തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ്. മീനുവിനെ ചെന്ന് കാണുന്ന ചിന്താമണി മീനു തന്നെ ചതിക്കുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നു. നിന്റെ മനസ്സിൽ സൂരജ് സാറിനെ വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ നിനക്കത് നേരത്തെ തന്നെ പറയാമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന മീനു ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു ചോദ്യം മീനു പ്രതീക്ഷിച്ചിരുന്നതല്ല. അതുകൊണ്ട് തന്നെ മീനു ഒടുവിൽ തിരിച്ചടിക്കുന്നതിനായി തയ്യാറായി മുന്നിലേക്ക് വരികയാണ്. ഞാൻ ഒരിക്കലും നിന്നെ ചതിച്ചിട്ടില്ല, പക്ഷേ നീയാണ് എന്നെ ചതിച്ചത്. ഞാൻ നൽകിയ ഭക്ഷണമെല്ലാം നീ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ് പ്രീതി പിടിച്ചുപറ്റാൻ ശ്രമിച്ച കാര്യമെല്ലാം ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാനല്ല, നീയല്ലേ എന്നെ ചതിച്ചത്. ഒരിക്കലും സൂരജിനെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതെൻ്റെ മനസ്സിൽ പോലുമില്ലാത്ത കാര്യമാണ്. പക്ഷേ കാര്യങ്ങൾ ഇപ്പോൾ വഴിതിരിഞ്ഞ് ഇങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയത്തുമില്ല. ഞാൻ എന്തായാലും തൽക്കാലത്തേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്ന് ചിന്താമണിയെ ചൊടിപ്പിക്കുന്നതിന് വേണ്ടി മീനു പറയുന്നു. ഇതോടെ മീനുവിൻ്റെ ആഗ്രഹം നടക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന ചിന്താമണി മീനുവിനെ കൊന്നുകളയാനും താൻ മടിക്കുകയില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം മീനുവിനെ ഒരു നിമിഷത്തേക്ക് ഞെട്ടിച്ചു കളയുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.